പിറകൊട്ടു നോക്കിയില്ല, നിലച്ചില്ല എൻ പാദം. ചെറു പ്രാർത്ഥന പോലെ ഉള്ളിൽ തെളിഞ്ഞു ദൃഢം. വീണിടങ്ങളിൽ നിന്നും ഉയരും എന്നു പഠിപ്പിച്ചു നീ. കാട്ടിന്റെ വിരലുകൾ പോലും പറയുന്നുണ്ടായി. വിശ്വസിക്കുന്നവരാ എല്ലാം സാധ്യം, വിശ്വസിക്കുന്നവരാ എല്ലാം സാധ്യം. വാതിൽ അടഞ്ഞാലും വഴി തുറക്കും, വിശ്വാസമുണ്ടെങ്കിൽ മലയും നടുങ്ങും. വിശ്വാസത്തിൽ കാര്യങ്ങൾ ചെയ്യുന്നത് എങ്ങനെയാണ്? നമ്മൾ വളരെയധികം പഠിക്കുകയും ശ്രദ്ധിക്കുകയും ചെയ്യേണ്ട ഒരു കാര്യമാണ്. എങ്ങനെയാണ് നമുക്ക് വിശ്വാസത്തിൽ കാര്യങ്ങൾ ചെയ്യാനായിട്ട് കഴിയുന്നത്? വിശ്വാസത്തിൽ കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇതിനു മുമ്പ് ആളുകൾ വിശ്വാസത്തിൽ എങ്ങനെയാണ് കാര്യങ്ങൾ ചെയ്തതെന്ന് നമ്മൾ മനസ്സിലാക്കണം. നമുക്ക് വേദപുസ്തക ചരിത്രം പഠിക്കുമ്പോൾ ഓരോരുത്തർ വിശ്വാസത്തിൽ എങ്ങനെയാണ് കാര്യങ്ങൾ ചെയ്തത്, വിശ്വാസത്തിൽ കാര്യങ്ങൾ ചെയ്യുന്നതിൽ ഏറ്റവും എടുത്തു പറയാൻ പറ്റുന്ന ഉദാഹരണങ്ങൾ ഒന്നാണ് നമ്മുടെ നോഹയുടെ ഉദാഹരണം. അതുവരെ മഞ്ഞുമില്ല, മഞ്ഞ് പെയ്ത് ഭൂമി നനയുന്നു, മഴയില്ല, വെള്ളം കണ്ടിട്ടില്ല, വെള്ളപ്പൊക്കം കണ്ടിട്ടില്ല, തടാകങ്ങളില്ല. ആ ഒരു സമയത്താണ് ദൈവം നോഹയോട് പറയുന്നത്, ഞാനൊരു പ്രളയം കൊണ്ടുവരും, വെള്ളം മൂടും, അവിടെ വെള്ളത്തിൽ പൊങ്ങിക്കിടക്കാൻ ഒരു പെട്ടകം നീ പണിയണം, അതിനുള്ള മരം, അതിനുള്ള സംവിധാനം എല്ലാം ദൈവം പറഞ്ഞു കൊടുക്കുകയാണ്. നോഹ അതുവരെ അങ്ങനെ ഒരു കാര്യമില്ല ലോകത്ത്. ആ കാണാത്തൊരു കാര്യം അത് സംഭവിക്കുന്നത് പോലെ നോഹ അതിങ്ങനെ ചെയ്യുവാണ്. അതുവരെ മഴ പെയ്തിട്ടില്ല, അതിന് മുമ്പ് പ്രളയം ഉണ്ടായിട്ടില്ല. നമ്മുടെ നാട്ടിലൊക്കെ ഒരു ഡിസാസ്റ്റർ ഉണ്ടാകുമ്പോൾ, ഒരു വലിയ വിപത്തുണ്ടാകുമ്പോഴാണ് അതിനെ പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് സർക്കാരും മനുഷ്യരും എല്ലാം കാര്യങ്ങൾ പിന്നെ ചെയ്യുന്നത്. ഒരു വെള്ളപ്പൊക്കം ഉണ്ടായാൽ, ഇനി വെള്ളപ്പൊക്കം ഉണ്ടായാൽ എന്തൊക്കെ ചെയ്യണം, എങ്ങനെയൊക്കെ ചെയ്യണം എന്നുള്ളതിനെപ്പറ്റി ചിന്തിച്ചു തുടങ്ങുന്നത്. എന്നാൽ വിശ്വാസത്തിൽ ചെയ്യുന്ന അങ്ങനെയല്ല. വിശ്വാസത്തിൽ അതൊക്കെ സംഭവിക്കുന്നതിന് മുമ്പ്, അത് വരുന്നതിന് മുമ്പ് അതിനുവേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്യുക. അത് കാണുന്നില്ല, അത് കാണാതെ തന്നെ നോഹ പെട്ടകം പണിതുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നോഹയ്ക്ക് അറിയത്തില്ല വെള്ളത്തിൽ പൊങ്ങിക്കിടക്കേണ്ട അതിൻ്റെ ആകൃതി എങ്ങനെയായിരിക്കണമെന്നും അതിൻ്റെ രൂപം എങ്ങനെയായിരിക്കണമെന്നും ഇതൊന്നും കണ്ടിട്ടില്ല. ഇനി ഇതൊന്ന് പരീക്ഷിക്കാനാണ് ഒരു വെള്ളത്തിൽ ഇട്ട് നോക്കിയിട്ട് പൊങ്ങിക്കിടക്കുമോ എന്ന് നോക്കാൻ അങ്ങനൊരു സാധനവും ഇല്ല. പൂർണ്ണമായത് കരയിലാണ് പണിയുന്നത്. ഇതിനു മുമ്പ് അങ്ങനൊരു മാതൃകയില്ല, ഇതിനു മുമ്പ് അങ്ങനൊരു ചെറുതായിട്ടത് ഒരു വഞ്ചി ഉണ്ടാക്കി ട്രൈ ചെയ്തിട്ടില്ല, ഇതിനൊന്നും ഉള്ളൊരു സാഹചര്യമില്ല. വിശ്വാസത്തിൽ കാര്യങ്ങൾ ചെയ്യുന്ന എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, നമുക്കൊരു കറക്റ്റ് ഡയറക്ഷൻ നമുക്കുണ്ടാകണം, നമുക്ക് കിട്ടണം, അത് നമ്മുടെ മനസ്സിൽ കിട്ടും. വിശ്വാസത്തിൽ കാര്യങ്ങൾ ചെയ്യുന്നവരുടെ മനസ്സിലേക്ക് അതിൻ്റെ കൃത്യമായ പിക്ചർ ദൈവം കൊണ്ടുതരും, അല്ലെങ്കിൽ നമുക്കത് കണ്ടെടുക്കാനായിട്ട് പറ്റും. നോഹയുടെ കാര്യത്തിൽ ദൈവം അതൊരു കൃത്യ പിക്ചറാണ് മനസ്സിലേക്ക് കൊടുത്തത്. അപ്പം വിശ്വാസത്തിലൊരു കാര്യം ചെയ്യുമ്പോൾ ഒരു കാര്യത്തിൻ്റെ പൂർണ്ണമായിരിക്കുന്ന ഒരു പിക്ചർ നമ്മുടെ മനസ്സിലേക്ക് എത്തണം. ദാവീദ് പറയുന്നത്, എനിക്ക് വേണ്ടി സമാപ്തി വരുത്തുന്ന ദൈവം, എനിക്ക് വേണ്ടി സകലവും നിർവഹിക്കുന്ന ദൈവം, ഇതാണ് ദാവീദ് പറയുന്നത്. അപ്പം ഒരു കാര്യം നമ്മൾ തുടങ്ങാൻ തീരുമാനിക്കുമ്പോൾ അതിൻ്റെ തന്നെ സമാപ്തി നമ്മൾ കാണണം. അങ്ങനെയുള്ളവർക്ക് വിശ്വാസത്തിൽ ആ കാര്യം ചെയ്യാൻ പറ്റത്തുള്ളൂ. ഞാൻ ഈ തുടങ്ങുന്നതിൻ്റെ സമാപ്തി എന്താണ്? ഉദാഹരണം പറഞ്ഞാൽ, ഞാനൊരു പലചരക്ക് കട തുടങ്ങുന്നു. അപ്പോൾ ചെറിയ റൂം എടുക്കുന്നു, 2 ചാക്ക് അരിയും 2-3 ചാക്ക് അരിയും കുറച്ച് പയറും പരിപ്പും കുറേ മുളക് പൊടി, അതെല്ലാം സാധനങ്ങൾ, എണ്ണയൊക്കെ കൊണ്ട് വയ്ക്കുന്നു. ഞാൻ അവിടെ ബിസിനസ് തുടങ്ങുന്നു. കസ്റ്റമർ വരുന്നു, ഞാൻ കസ്റ്റമറെ നന്നായി കൈകാര്യം ചെയ്യുന്നു. അവർക്ക് സാറ്റിസ്ഫൈ ആകുന്ന രീതിയിൽ ഞാൻ അവർക്ക് സാധനങ്ങൾ കൊടുക്കുകയും നല്ല ക്വാളിറ്റി സാധനങ്ങൾ കൊടുക്കുന്നു. അവർ കൂടുതലായിട്ട് പിന്നെ വാങ്ങിക്കുന്നു. കുറച്ച് കഴിയുമ്പോൾ കട വിശാലമാക്കുന്നു. അപ്പോൾ 1-2 സാധനങ്ങൾ എടുത്തു കൊടുക്കാൻ ഞാൻ 1-2 പേരെ അറേഞ്ച് ചെയ്യുന്നു. വീണ്ടും കട വളരുന്നു. അപ്പോൾ ഞാൻ ഒരു ചെറിയ നല്ല വിശാലമായിരിക്കുന്ന ഒരു ഗ്രോസറി ഷോപ്പാകുന്നു. അപ്പോൾ ഞാൻ അവിടെ ഒരു അക്കൗണ്ടൻറ്റിനെ വെക്കുന്നു, കണക്കുകൾ, പൈസ വാങ്ങിക്കാനും കൊടുക്കാൻ ഒരാളെ ഞാൻ വെക്കുന്നു. ഞാൻ പുറത്ത് വരുന്നു. അതിനുശേഷം അതെല്ലാം ഞാൻ മേൽനോട്ടങ്ങളൊക്കെ വഹിക്കുന്നു. കടകൾ സെൽഫ് റണ്ണായിട്ട് പോകുന്നു. വൈകിട്ട് ഞാൻ ചെന്ന് സ്റ്റോക്ക് നോക്കുന്നു, കണക്ക് നോക്കുന്നു, കാര്യങ്ങളെല്ലാം കൃത്യമായി പോകുന്നു. കട ലാഭത്തിലായിരിക്കുന്നു. അപ്പോൾ ഞാൻ സന്തോഷമായി. അപ്പോൾ കട ഞാനവിടെ ഒരു ദിവസം അല്ല ഒരാഴ്ച ചെന്നില്ലെങ്കിലും ആ സ്ഥാപനം നന്നായി ഇങ്ങനെ നടന്നുകൊണ്ട് പോകുന്നു. അതാണ് ഞാൻ ചെയ്യുന്നതിൻ്റെ, ഞാൻ തുടങ്ങിയ കടയുടെ സമാപ്തി ഞാൻ കാണുക എന്ന് പറയുന്നത്. ആ സമാപ്തി കണ്ടുകൊണ്ട് അതിൻ്റെ എൻഡ് കണ്ട്, അല്ലെങ്കിൽ അത് എവിടെയാണ് എൻഡ് ചെയ്യുന്നത്, അതെവിടെയാണ് ചെന്ന് നിൽക്കുന്നത്. അപ്പോൾ ചെന്ന് നിൽക്കുന്ന എവിടെയാണ്? ഒരു 4-5 സ്റ്റാഫ്, മാനേജറായി, സൂപ്പർവൈസറായി, കണക്ക് അക്കൗണ്ടൻ്റായി എല്ലാമായിട്ട് ആ കട നന്നായി മുമ്പോട്ട് പോകുന്നു. അത് ഞാൻ കണ്ടു. ഞാൻ തുടങ്ങിയത് ഒരു 2 ചാക്ക് അരിയും 4 കൂട് പയറും കുറച്ച് വെളിച്ചെണ്ണ എല്ലാം കൂടെ വെച്ച് ഞാൻ തുടങ്ങിയ സ്ഥാപനമാണ്. ചെറിയ രീതിയിൽ ഞാൻ തുടങ്ങിയതാണ്.
ആരെങ്കിലുമൊക്കെ സഹായിച്ച് എൻ്റെ ഒരു ആഗ്രഹം പറഞ്ഞപ്പോൾ സഹായിച്ച് ഞാൻ തുടങ്ങിയതാണ്. ഞാൻ വിശ്വാസത്തിലാണ് തുടങ്ങിയത്. പക്ഷേ വിശ്വാസത്തിൽ തുടങ്ങിയതെന്നുള്ളതിന് തെളിവ് തന്നെ ഞാനിത് കാണുക, അതിൻ്റെ എൻഡ് കാണുക, ഞാനതിൻ്റെ എൻഡ് കാണുക, അതിങ്ങനെ വിശാലമായ രീതിയിൽ അത് എത്തി നിൽക്കുന്നു. അതാണ് വിശ്വാസത്തിൽ തുടങ്ങുന്നതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. നിങ്ങൾക്ക് എൻഡ് കാണാൻ പറ്റുന്നെങ്കിൽ നിങ്ങൾക്ക് വിശ്വാസത്തിൽ തുടങ്ങാൻ പറ്റും. നിങ്ങൾ എൻഡ് കാണുന്നെങ്കിൽ നിങ്ങൾക്ക് വിശ്വാസത്തിൽ അത് ചെയ്യുന്നുണ്ട്. അതാണ് അതിൻ്റെ എൻഡ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് വിശ്വാസത്തിൽ തുടങ്ങുന്നതിന് വേണ്ട മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ, എല്ലാവരും പറയുന്നു ഇത് അസാധ്യമായൊരു കാര്യമാണ്, നടക്കത്തില്ല, ഇത് വിജയിക്കത്തില്ലെന്ന് പറയുമ്പോഴും നിങ്ങളുടെ ഉള്ളിൽ ഒരു വലിയ ധൈര്യം, ഇത് വിജയിക്കും. നിങ്ങൾക്ക് വളരെ ധൈര്യവും വളരെ കോൺഫിഡൻസും ഉണ്ട് ഇത് വിജയിക്കും എന്നുള്ളത്. അത് നിങ്ങളിങ്ങനെ വർക്കൗട്ട് ചെയ്ത് നിങ്ങൾ വിജയിക്കും എന്ന് മാത്രം നിങ്ങൾ ഏത് സാധ്യത ചിന്തിച്ചാലും നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു പരാജയം കാണാൻ കഴിയുന്നില്ല. ഇത് വിജയിക്കും തന്നെയാണ് നിങ്ങൾ കാണുന്നത്. വിജയിക്കുന്നതിന് ഒരു വഴിയല്ല, ഒരു 9 വഴി നിങ്ങളുടെ മനസ്സിൽ ഇങ്ങനെ കിടക്കുക. ഈ വഴി ഫെയിലായി നമുക്ക് ഈ വഴിയിൽ വിജയിക്കും, ഈ വഴി ഫെയിലായി ഈ വഴിയിൽ വിജയിക്കും, ഈ വഴിയിൽ വിജയിച്ചില്ല ഈ വഴി. അപ്പോൾ ഇത്രയും വഴികളുണ്ട് ഇത് വിജയിക്കാനായിട്ട്. ഇത്രയും വഴികളും കൂടെ ഇതിൽ കുറേ വഴികൾ ഞാൻ ഒരുമിച്ച് ട്രൈ ചെയ്യും. ഇതെല്ലാം നിങ്ങളുടെ മനസ്സിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അതങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ കാരണം നിങ്ങൾ വിശ്വാസത്തിൽ നിൽക്കുന്നത് കൊണ്ടാണ് അത് വരുന്നത്. വിശ്വാസത്തിൽ നിൽക്കുന്നവർക്ക് പോസിബിലിറ്റി കാണാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പോൾ ഇത് വിജയിക്കാനുള്ള സാധ്യത ഇത്രയുണ്ടല്ലോ, ഇതെന്നെ മറ്റു മനുഷ്യർ കാണാത്ത. അതിന് കാരണം അവർ വിശ്വാസത്തിലല്ലാത്തതുകൊണ്ട് അത് കാണാത്തത്. വിശ്വാസത്തിലാണ് നിങ്ങൾക്ക് ഇതിൻ്റെ സാധ്യതകളെ ഭയങ്കരമായി കാണാനായിട്ട് സാധിക്കും. അതാണ് വിശ്വാസത്തിൽ ചെയ്യുന്നതിൻ്റെ പ്രത്യേകതയും. ഇങ്ങനെയാണ് വിശ്വാസത്തിൽ ചെയ്യാനായിട്ട് കഴിയുന്നത്. ഒരിക്കലും ഡൽഹിയിൽ ഒരു ട്രാവലിംഗ് ബിസിനസ് തുടങ്ങാൻ തീരുമാനിച്ചു. അദ്ദേഹം വളരെ വില കുറഞ്ഞൊരു മിനി കാറാണ് എടുത്തിട്ട് എന്നെ വിളിച്ചു, പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു ഞാനിതൊരു ട്രാവലിംഗ് പരിപാടി തുടങ്ങുവാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അതിനെല്ലാം പ്രാർത്ഥിച്ചു, ഇതെങ്ങനെയാണ് ഇതിൻ്റെ ബാക്കി പ്ലാൻ ഇതെടുത്ത്. അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, ഇപ്പോൾ ചെറിയതായിട്ട് ഇതൊന്നും തുടങ്ങി അത് കഴിഞ്ഞ് കുറച്ച് ബിസിനസ്സൊക്കെ പിടിച്ചതിന് ശേഷം വേറെ 1-2 വണ്ടിയും കൂടെ എടുക്കണം. വാഹനം എടുത്തതിന് ശേഷം കുറേ കമ്പനികളെ പരിചയപ്പെട്ട് കമ്പനികളുടെ ഓട്ടം പിടിക്കണം, അപ്പോൾ കൂടുതൽ കാറുകൾ എടുക്കാൻ പറ്റും. അങ്ങനെ അദ്ദേഹം ഇതിൻ്റെ എൻഡ് കണ്ടു. കുറേ വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ വളരെയധികം വാഹനങ്ങളും ഡ്രൈവർമാരും നല്ലൊരു സംവിധാനത്തിൽ അദ്ദേഹം എത്തിച്ചേർന്നു. അപ്പോൾ വിശ്വാസത്തിൽ ചെയ്യുന്നതിൻ്റെ ഒരു കാര്യം ഇതാണ്, നമ്മളതിൻ്റെ എൻഡ് കാണാനായിട്ട് നമുക്ക് കഴിയണം. ഒരു ചെറുതായിട്ട് തുടങ്ങുമ്പോഴും നമ്മളതിൻ്റെ എൻഡ് കാണുമ്പോഴാണ് ശരിയായിട്ട് നമ്മൾ വിശ്വാസത്തിലാണ് തുടങ്ങുന്നത് നമുക്ക് മനസ്സിലാകുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് വിശ്വാസത്തിൽ തുടങ്ങാനായിട്ട് പറ്റുന്നത്. പിന്നെ വിശ്വാസത്തിൽ തുടങ്ങുന്ന മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ചെറിയതായിട്ടുള്ള കാര്യങ്ങളിൽ വലുതായിട്ട് നമുക്ക് പ്ലാൻ ചെയ്യാൻ കഴിയും. ചെറിയൊരു കാര്യം നമ്മുടെ കയ്യിലുണ്ട്, പക്ഷേ അതിനെ നമുക്കൊന്ന് വലുതായിട്ട് നമ്മൾ പ്ലാൻ ചെയ്യും, എന്നിട്ട് നമ്മൾ കാര്യങ്ങൾ തുടങ്ങുകയാണ്. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നവരും വിശ്വാസത്തിലാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. ചിലപ്പോൾ വലിയ കാര്യങ്ങളുണ്ടെങ്കിൽ ചെറുതായിട്ട് ആൾക്കാർ പ്ലാൻ ചെയ്ത് കളയും. വലിയ സംവിധാനങ്ങളുണ്ടെങ്കിൽ ചെറുതായി അറിയത്തില്ല ഇതെങ്ങനെയാണ്, അത് ഭയത്തിൽ നിന്നാണ് അവർ ചെയ്യുന്നത്. ഇത് വിജയിക്കുകയോ ഇല്ലയോ എന്നറിയാൻ മേലാതെ അവർ ചെയ്യുന്നവരാണ്. അപ്പം നമുക്ക് ചെറിയ സംവിധാനങ്ങൾ, ചെറിയ കഴിവുള്ളെങ്കിലും വലിയ കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ പ്രയത്നിക്കുകയാണെങ്കിൽ, വലിയ കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ശ്രമിക്കുകയാണെങ്കിൽ വലിയ കാര്യങ്ങൾ തന്നെ സംഭവിക്കും. ഒരിക്കലും നടക്കാത്ത കാര്യത്തിന് വേണ്ടി ശ്രമിക്കുന്നവർ വിശ്വാസത്തിൻ്റെ വാക്താക്കളാണ്. ഗിദെയോൻ്റെ ചരിത്രം പഠിക്കുമ്പം ദൈവം ഗിദെയോനോട് പറയുന്നുണ്ട്, പന്തം കത്തിച്ച് കുടം കമത്തിക്കൊണ്ട് പോകാൻ പറഞ്ഞു. ഇതൊരിക്കലും നടക്കാത്ത കാര്യം, പക്ഷെ അവരതങ്ങ് ചെയ്യുക. അപ്പോൾ അവർ കാര്യം വിശ്വാസത്തിൽ അത് കത്തുമെന്ന് അവർ പ്രതീക്ഷിക്കുകയാണ്. അവർ ഇന്ന് കലം ഉടച്ചപ്പോൾ ഭയങ്കര ശബ്ദത്തോടെ കലം പൊട്ടി പന്തം കത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഒരിക്കലും നടക്കാത്ത കാര്യത്തിന് വേണ്ടി പരിശ്രമിക്കുന്നവരാണ് വിശ്വാസത്തിൽ ചെയ്യുന്നത്. ഒരിക്കലും നടക്കത്തില്ലെന്ന് എല്ലാവരും പറയും, പക്ഷേ നമ്മളൊരു പരിശ്രമം നടത്തുക. അങ്ങനെയാണ് നമുക്ക് വിശ്വാസത്തിൽ ചെയ്യാനായിട്ട് കഴിയുന്നത്. അപ്പോൾ വിശ്വാസത്തിൽ എങ്ങനെയാണ് കാര്യങ്ങൾ ചെയ്യുന്നതെന്ന് നമ്മൾ പഠിക്കുമ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിൽ ഉണ്ടായിരിക്കണം. ഈ കേട്ട കാര്യങ്ങൾ വെച്ച് ഇതൊരു ബേസിക്കാണ്. വിശ്വാസത്തെപ്പറ്റി നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനും പറയാനായിട്ടുണ്ട്. ഞാൻ വളരെ കുറഞ്ഞ ചെറിയ വീഡിയോകൾ എടുത്ത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഓരോ വിഷയവും നിങ്ങൾ അതുപോലെ തന്നെ നിങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ പഠിച്ച് വിശ്വാസത്തിലേക്ക് നിങ്ങളൊന്ന് മൂവ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ, വിശ്വാസത്തിൻ്റെ സ്റ്റെപ്പുകൾ വയ്ക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ചരിത്രം മാറും. ചരിത്രം വേറൊന്നാകും. നിങ്ങളുടെ ജീവിതത്തിൻ്റെ ചരിത്രം മാറും. തലമുറകൾ ഓർക്കത്തക്ക രീതിയിൽ നിങ്ങൾക്ക് ചിലതിവിടെ ഇട്ടേച്ച് പോകാൻ കഴിയും. അത്രമാത്രം വിശ്വാസത്തിൻ്റെ സാധ്യതകളുണ്ട്. ഫെയ്ത്തിന് പോസിബിലിറ്റീസ് ഉണ്ട്. അത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏറ്റവും ആവശ്യമാണ് ഈ കാലഘട്ടത്തിൽ. നമ്മളെ തന്നെ കൊച്ചായി കാണുകയോ നമ്മളെ തന്നെ ചെറുതായി കാണുകയോ ചെയ്യരുത്. നിങ്ങൾ എവിടെ ജനിച്ചാലും ശരി, നിങ്ങൾ എവിടെ ആയിരുന്നാലും ശരി, നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട് എന്തായിരുന്നാലും ശരി, നിങ്ങൾ ആരായിരുന്നാലും ശരി, ദാറ്റ് ഈസ് നോട്ട് എ മാറ്റർ ഓഫ് ഫെയ്ത്ത്. അത് ഫെയ്ത്തിനൊരു മാറ്റർ അല്ല. ഫെയ്ത്തിന് നിങ്ങൾ കൂടിയവനാണോ കുറഞ്ഞവനാണോ, വിദ്യാഭ്യാസമുള്ളവനാണോ വിദ്യാഭ്യാസം ഇല്ലാത്തവനാണോ, നീ ചെറിയവനാണോ വലിയവനാണോ, നത്തിങ് മാറ്റർ ഫോർ ഫെയ്ത്ത്.
ഫെയ്ത്തിന് ഇതൊന്നും ബാധകമല്ല. നീ ആരായാലും ഫെയ്ത്തിനെ അതിൻ്റെ വേണ്ട രീതിയിൽ നീ ഓപ്പറേറ്റ് ചെയ്യുന്നെങ്കിൽ, ഫെയ്ത്തിനെ അതിൻ്റെ വേണ്ട രീതിയിൽ നീ അതിനെ പ്രയോജനപ്പെടുത്തുന്നെങ്കിൽ യു ക്യാൻ ബി എ ബിഗ് ലൈക്ക് ലയൺ ഓർ ഈഗിൾ. നിങ്ങൾക്ക് ആരാകാനും സാധിക്കും. ഒറ്റ കാര്യം, ഫെയ്ത്തിനെ പ്രയോജനപ്പെടുത്തണം. അപ്പോൾ വിശ്വാസത്തിൽ എങ്ങനെയാണ് കാര്യങ്ങൾ ചെയ്യുന്നതെന്ന് ഏകദേശം ഒരു ധാരണ നിങ്ങൾക്ക് കിട്ടിയെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. ഇനി അങ്ങനെ കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് കൂടുതൽ പഠിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഞങ്ങളുടെ ക്ലാസ്സിൽ ചേരുകയോ ഞങ്ങളുമായി സംസാരിക്കുകയോ ചെയ്യാനുള്ള അവസരമുണ്ട്. നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ പഠിക്കാനും വലിയ കാര്യങ്ങൾക്ക് വേണ്ടി നിങ്ങളെ തന്നെ ഒരുക്കാനും കഴിയും. അതിന് ദൈവം നമ്മളെ സഹായിക്കട്ടെ. നിങ്ങൾക്കൊരു വലിയ വിശ്വാസത്തിൻ്റെ ചരിത്രമുണ്ടാക്കാൻ ദൈവം നിങ്ങൾക്ക് സഹായമായി മാറട്ടെ. അതിനുവേണ്ടി എല്ലാ വഴികളും ദൈവം തുറന്നു തരട്ടെ. നിങ്ങൾ അതിനു വേണ്ടി ധൈര്യപ്പെടുത്തട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മെ സഹായിക്കട്ടെ. പുതുവഴി നീ തുറന്നു. നന്ദിനാഥ നന്ദിനാഥ, നീ എന്നെ സുഖമാക്കിയല്ലോ. രോഗിയായി തീരാതെ, തളർന്നു പോകാതെ നീ നടത്തി. നന്ദിനാഥ നന്ദിനാഥ, ഹൃദയം നിന്നിൽ ചേരട്ടെ. നിന്റെ കരുണയുടെ താളിൽ എന്റെ ജീവൻ പാടട്ടെ. എളിയവരെ ആദരിച്ചു, സ്നേഹം പകർന്നു നടന്ന പാതയിൽ അഹങ്കാരത്തിന്റെ പൊടി ഞാൻ വിട്ടു നിൽക്കാൻ പഠിക്കണേ. കണ്ണുനീരിന്റെ നനവ് കണ്ടു കരുണയായി മാറിയ നിൻമുഖം. അന്യന്റെ വേദന കണ്ടാൽ എന്റെ ഉള്ളമുണരട്ടെ. നന്ദിനാഥ നന്ദിനാഥ, നീ എന്നെ സുഖമാക്കിയല്ലോ. രോഗിയായി തീരാതെ, തളർന്നു പോകാതെ നീ നടത്തി. നന്ദിനാഥ നന്ദിനാഥ, ഹൃദയം നിന്നിൽ ചേരട്ടെ. നിന്റെ കരുണയുടെ താളിൽ എന്റെ ജീവൻ പാടട്ടെ. ഞാൻ തേടിയതു സമാധാനം, നീ തന്നത് ജീവന്റെ നീ. ഞാൻ കണ്ടതു ഇരുൾ മാത്രം, നീയായിരുന്നു പ്രഭാതം. ദുർബലമായി മനസ്സിൽ നിന്റെ ശബ്ദം നിലവിളക്കാകട്ടെ. ദിവസവും രാത്രിയും നിന്നെ സ്തുതിച്ച് ഞാൻ നടക്കട്ടെ. നന്ദിനാഥ, നീ എന്നെ സുഖമാക്കിയല്ലോ. രോഗിയായി തീരാതെ, തളർന്നു പോകാതെ നീ നടത്തി. നന്ദിനാഥ നന്ദിനാഥ, ഹൃദയം